ചക്കയപ്പം ചക്കയപ്പാക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്? ചക്കയുണ്ട്, പിന്നെ വെല്ലത്തിൻ്റെ ഇട്ടിന്, പിന്നെ നെക്സ്റ്റ് എന്തിടാൻ വെല്ല. ഈ ചക്ക എത്ര ഇട്ട്? 2 കപ്പ് ചക്ക. വെല്ലം എത്ര? 1/4 കപ്പ് വെല്ലപ്പൊടി ഇട്ടിന്. ഇപ്പോൾ ഇതിലേക്ക് ഏലക്ക ഇടണം. നെക്സ്റ്റ് നോക്കാം. ഏലക്ക ഇടാൻ പോകുന്നു. ഏലക്ക ഇടുന്നുണ്ട്. എത്ര ഏലക്കിട്ട്? 4 4 നമ്പേഴ്സ് ഏലക്ക. നെക്സ്റ്റ് ഇതിലേക്ക് ഇപ്പോൾ ഇട്ടിട്ടായി, ഏലക്ക ഇട്ടിട്ടായി. ഇങ്ങനെ പൊങ്കലെ മൈ പോലെ നൈസ് അരിയണം. ഈ ചക്ക കുറച്ച് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ കുറച്ച് ഇങ്ങനെ ജ്യൂസി പോലെ ഉണ്ട്. ഇതിലേക്ക് തണ്ണി എന്ത് വിത്തായില്ല, ഇങ്ങനെ അരക്കാം. ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് ഇതിലേക്ക് പശീനെ അരക്കണം. ഒരു സൈഡ് അരി പൊത്തി വെച്ചിന്. ഇത് ദോശൻ്റെ അരി ഒരു 2 hours ആയി പൊത്തി വെച്ചിട്ട്. എത്ര കപ്പ് ഉണ്ട് ഇത്? എത്ര കപ്പ് റൈസ്? 1 കപ്പ് റൈസിക്ക് എത്ര കപ്പ് ചക്ക? 1 കപ്പ് റൈസിക്ക് 2 കപ്പ് ചക്ക. ഇത് കൺസിസ്റ്റൻസിൽ ഇപ്പോൾ ആയിക്കോട്ടെ. ഇതായിപ്പോൾ ആയിന്. ഇതിപ്പോൾ ഇങ്ങനെ ഇതിൽ ഭയങ്കര മഞ്ഞ കാണുന്നു. അത്ര മഞ്ഞ ഇല്ല മാത്രമല്ല. ഇപ്പോൾ ഇതാ അരി ഇട്ടിട്ട് അരച്ച്. ഇത് ഒരു റവ പോലെ പറഞ്ഞല്ലോ, റവ അരച്ചിട്ട് ഫുൾ അരി കിട്ടുന്നില്ല. റവ പോലെ അരി ഇട്ടിട്ട് ഇപ്പോൾ അരച്ച് ഇപ്പോൾ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇടാൻ അരച്ചിട്ടെല്ലാം ആയിപ്പോൾ ഇതൊക്കെ തണ്ണി വിരിച്ചിട്ട് അങ്ങനെ അരച്ചത്. അപ്പോൾ അതിൻ്റെ തന്നെ തണ്ണിയിൽ ഇപ്പോൾ ഇതായിട്ട് ഒരു മെതു പോലെ കാണുന്നില്ല, അങ്ങനെ ഉണ്ട്. തണ്ണിയല്ല, ഒരു തിക്കുണ്ട് ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട്, പിന്നെ നല്ല കുരുമുളക് ഉണ്ടല്ലോ കുറച്ച് കുത്തിയിട്ട് കിട്ടുന്നു. പിന്നെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ഇത് എന്ത് നമ്മുടെ പപ്പര ഉണ്ടല്ലോ, ചെറിയ കട്ടാക്കിയിട്ട് ഒരു കിട്ടാണ് നല്ല ഇങ്ങനെ തിന്നുമ്പോൾ പാതി കിട്ടണം കടിക്കുമ്പോൾ. പിന്നെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇത് തേങ്ങ ഇട്ട് എല്ലാം ഇട്ടിട്ട് നമ്മൾ ഒരു മിക്സ് അടിക്കണേ. എല്ലാം ഇട്ടിട്ട് നല്ല മിക്സ് ആക്കണേ. ഇപ്പോൾ ടേസ്റ്റ് നോക്കാം. ചക്ക നല്ല മൊക്കുന്നതാണ് എന്നോട് ഐറ്റംസ് നല്ല മൊക്കുന്നുണ്ട്. നോക്കിയിട്ട് ഷുഗർ അടി മാത്രം നല്ല മൊപ്പുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മൊപ്പുണ്ട് ഇത്ര മതി, പിന്നെ ജാസ്തി മൊപ്പ് നല്ല ചപ്പലുണ്ട്. ചപ്പല സാഗുവാനി നാട്ടിൽ നിന്ന് എത്തിന് എത്തിയിട്ട് ഇവിടെ കുറച്ചോ ബാടിന് ഉണ്ടെങ്കിൽ നല്ലത് നോക്കിയിട്ട് ആക്കണം. ഇപ്പോൾ ഉണ്ട് ചപ്പല് ഉണ്ട്. ഓരോന്ന് കൊല്ലം വേണ്ടേ. നമുക്ക് ഇതിനെ സ്റ്റീമാക്കി എടുക്കണം. ഫസ്റ്റ് ഒരു പ്രീറ്റ് ആക്കണം, ഒരു 10 minutes. പിന്നെ നമ്മൾ ഐറ്റംസിനുള്ളിൽ വെക്കാം. ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. നോക്കാം. ചക്ക പ്ലേറ്റ് എല്ലാം കയറ്റി വെച്ച് ഇതിലേക്ക് ഇട് ഇങ്ങനെ നടുവൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എത്ര 2 ഇട്ടാൽ മതിയോ? 2 സ്പൂണ് ഒന്ന് ഇട്. കൊപ്പരെല്ലാം ഇതിനെ പൊങ്ങൽ മടക്കണേനെ. ഇങ്ങനെ ആക്കിയിട്ട് വെക്കണം. ഇപ്പം നോക്കാം. ഇത് കവറാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കണം പൊങ്ങലിപ്പോൾ സ്റ്റീം. അപ്പോൾ ഒരു 20 to 30 minutes ഇത് ഹീറ്റായിട്ട് അടുക്കണം. ഡോലായിട്ട് സ്റ്റീം. ഓക്കെ. എന്താ അങ്ങനെ നമ്മളെ ചക്ക അപ്പോൾ റെഡിയായിന്. ചൂടുണ്ട് ഇപ്പോൾ, നല്ല മണക്കുന്നു. അടിപൊളി മണം, അടിപൊളി ഉണ്ട്. മാഷാ അല്ലാഹ്. തണ്ണി ടാപ്പിനെ തിന്നാം. നാളെ കാലത്തേക്കിനും പങ്കുണ്ടാവും. ഇത് അടിപൊളി മാഷാ അല്ലാഹ്. അങ്ങനെ ചക്കപ്പ ഇസ് റെഡി.